എവിടെ? ആരും ഇല്ലടാ. മിന്നൽ മുരളി നവാബ് നിങ്ങൾ രണ്ടേ ഉള്ളായിരുന്നാ? ഇപ്പോൾ എടുത്ത കാറിൻ്റെ താഴെ ഉണ്ടായിരുന്നു. മിന്നൽ മുരളി വാണ്ട് ബിക്കം ഫ്രണ്ട്സ്. എടാ ഇല്ല, ഫ്രണ്ട്സിന് ലിമിറ്റ് ഉണ്ടാ ഗൈസ്? റെഡ് ഫോക്സേ പറ മുരളി, അല്ല മിന്നൽ മുരളി പറഞ്ഞോ മുരളി, പറഞ്ഞോ. നിങ്ങളെവിടെ? ബസ്സിൽ വരാമോന്നാ? എടാ അത് എൻ്റെ മീറ്റ് അല്ല കേട്ടാ, അവന്മാർ വൈറ്റിയാണോ? എടാ പിന്നെ വൈറ്റി അല്ല പിന്നെ വേറെ ആരും? ഓ വൈറ്റിയാണോ? യൂട്യൂബർ ആണ്ട്രാ മുത്തേ. ഓക്കെ വരാം. ഇതാര്? ബാബേ എൻ്റെ മുത്തേ, നീ വന്നല്ല. വിട്ടോ. ഇത് നവാബാണാ? ഇത് മറ്റവൻ അവനാണാ? ഡ്രാഗൻ അല്ലേ ഇത്? അല്ല നവാബ് എന്നാ ചോദിച്ചേക്കണ്. ഓക്കെ നവാബ് തന്നെ പക്ഷേ ഡ്രാഗൻ എന്ന് വിചാരിച്ച പെട്ടെന്ന് നമ്മൾ ഡ്രാഗൻ വൈറ്റാണ് വിചാരിച്ച്. ബ്രോ 158 കാർ തരും. അവിടെ നമ്മൾ ലൈവ് ഗിഫ്റ്റ് കൊടുക്കാറില്ല ബ്രോ. എനിക്കിഷ്ടമുള്ള കാറാണ്. ഓക്കെ. ഗായ്സ് ഞാൻ എന്തായാലും ഒരു മീറ്റിന് വന്നേക്കുവാണ്. ബെൻസ് മീറ്റ് എന്നാണ് അവന്മാർ പറഞ്ഞേക്കണം. ഞാൻ ഇപ്പം നവാബിൻ്റെ വണ്ടിയിലാണുള്ള. അവ അങ്ങോട്ട് വച്ച് പിടിക്കട്ടെ ഗൈസ്. ലപ്പു ഫോളോ ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വണ്ടിയൊക്കെ ഇടിച്ച് പിടിച്ചിട്ടേക്കണം, അത് കുഴപ്പമില്ല. ഞാൻ വന്ന ഒരെണ്ണം ഏതായാലും വണ്ടി എടുത്തോണ്ട് വന്നേക്കണം. അപ്പം എന്തായാലും കുഴപ്പമില്ല ഗൈസ്. ബ്രോ കാർ സെല്ലാണോ പ്ലേസ്? ഓക്കെ വരാം. ഫാൻ ബ്രോ, താങ്ക്സ് ബ്രോ, താങ്ക്സ്. എടാ നമ്മൾ ലൈവ് ഗിഫ്റ്റ് കൊടുക്കാത്ത വേറെ ഒന്നും നിങ്ങൾ വിചാരിക്കില്ലടാ ഗൈസ്. നമ്മൾ ലൈവ് ഗിഫ്റ്റ് കൊടുക്കാൻ തുടങ്ങിയാൽ പിന്നെ അതിന് വേണ്ടി മാത്രം ആൾക്കാർ വരാൻ തുടങ്ങും. നമ്മൾ ലൈവ് ഇഷ്ടപ്പെട്ട് പറഞ്ഞതല്ലാതെ ഗിഫ്റ്റിന് വേണ്ടി മാത്രം ആൾക്കാർ വരാൻ തുടങ്ങും. അങ്ങനെ വരാൻ തുടങ്ങിയത് മനസ്സ് വിഷമിപ്പിക്കുന്ന ഒരു കാര്യമല്ലേ. അതുകൊണ്ടാണ് ലൈവ് ഗിഫ്റ്റ് ഗീവ് അവേ അങ്ങനെ ഒന്നും നമ്മൾ ലൈവിൽ കൊടുക്കാത്ത. അതുകൊണ്ടാണ് കേട്ടോ ഗൈസ്. നമുക്ക് അനുഭവം ഉണ്ട്, അതുകൊണ്ടാണ്. നിങ്ങൾ വിഷമമായിട്ട് വിചാരിക്കില്ലേ ഗൈസ്. ബ്രോ എനിക്ക് വരണം, എങ്ങനെ വരിക? എടാ ഞാൻ തന്നെ നമ്മളെ ഒരു സബ്സ്ക്രൈബറിൻ്റെ ID അടിച്ചാണ് കയറിയതടാ. അത് നീ എങ്ങനെ വരും എന്ന് വെച്ചാൽ ഞാൻ കയറിയ ടൈമിൽ അടിച്ച ID ഫ്രണ്ടാക്കിയാണ് നീ വരാൻ നോക്കട്ടെ. അങ്ങനെയായിട്ടാണ് ഞാൻ വന്നത്. ബാറ്റ്മാൻ മുത്തേ വന്ന എന്തായാലും ഹായ് ബ്രദർ, ഹായ്. എടാ നമ്മുടെ ഗോതം സിറ്റിയുടെ സംരക്ഷകൻ വരെ നമ്മളെ ലൈവ് വന്നിട്ടുണ്ട്. ഓക്കെ കാര്യം പറയാലോ മുത്തേ, ഇനി സീനാവും. പ്രോ ജി ടി ഞാൻ നവാബിൻ്റെ ബ്രോ റെഡ് ഫോക്സ് എവിടെയാടാ? ഞാൻ TMZ ഡ്രാഗൺ ഞാൻ വന്നു. റെഡ് ഫോക്സ് ബ്രോ. ഓക്കെ ബ്രദർ. ഓക്കെ പാസ്വേഡ് എന്താടാ? പാസ്വേഡൊന്നും എനിക്ക് കാണിച്ചില്ലടാ. വൈബേ താങ്ക് യു. വെൽക്കം ബ്രദർ, വെൽക്കം. ആ മിന്നൽ മുരളി അവനല്ലേ നിൽക്കണ? യോ ഞാൻ കാർ സെല്ലുണ്ടെന്നാ. ഓക്കെ എടാ ഇവൻ്റെ വണ്ടി കൊള്ളാമല്ലടാ മുത്തി. നമ്മളൊരു മീറ്റിന്, എനിക്ക് വേണം ബെസ്റ്റ് മീറ്റ് അല്ലാതെ വേറൊരു മീറ്റിന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈമാണ്. ഓക്കെ അപ്പോ കൊണ്ടില്ല, അപ്പോ ഞാൻ എത്തി. ഞാൻ കാർസലിൻ്റെ അവിടെ ഉണ്ട്. ഓക്കെ എടാ ഞാൻ എന്തായാലും ഇവിടെ നിൽക്കിയത്. എടാ ഇവന്മാരാണ് ഈ മീറ്റപ്പ് നടത്തണ. ഹായ് റെഡ് ഫോക്സ് സാർ വെൽക്കം എന്നാ. എടാ പിന്നെ റൂമിൻ്റെ ഓണർ ഞാൻ അല്ല കേട്ടോ, അത് ആദ്യമേ പറയാം. റൂമിൻ്റെ ഓണർ ഞാൻ അല്ല, യുവമാരാണ് ഓണർ. അപ്പോൾ എൻ്റെ അടുത്ത് പറയല്ലേ മുത്തേ, യുവമാരാണ് ഇത് നടത്തണത്, മീറ്റപ്പ് നടത്തണത്. ഞാൻ ഇതിൽ കാണാൻ വന്ന ഒരാൾ മാത്രമാണ്. എന്തായാലും നമുക്ക് നോക്കാം ഗൈസ്, നമുക്ക് എല്ലാ വണ്ടിയും റിയാക്ട് ചെയ്യാം. യുവമാർ ബെൻസ് മീറ്റപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു ബെൻസ് തപ്പി അതിൻ്റെ അകത്ത് കുറേ നേരം സമയം കളഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഉള്ള വണ്ടി എടുത്തുകൊണ്ട് അവസാനം വന്ന്. മനസ്സിലായി? അങ്ങനെ വന്നാൽ മതിയായിരുന്നു. നമ്മൾ ഒരു 5 മിനിറ്റ് പോയി. കുഴപ്പമില്ല. KLEO എല്ലാവരും ബെൻസ് കാർ എടുത്ത് കൊണ്ടുവരണമെന്നാണ് പറഞ്ഞു. ഓക്കെ ആൾ ബെൻസ് പാർക്ക് ചെയ്യാറ്. എടാ ബെൻസ് എല്ലാം ഇങ്ങോട്ട് കേട്ടോ, ബാക്കി വണ്ടി എന്ന് വെച്ചാൽ അങ്ങോട്ട് മാറ്റിയിടാം നോക്കാം. ഓക്കെ ഗൈസ്. നമുക്കൊരു ബെൻസ് മീറ്റപ്പിന് വന്നിട്ട് ഒരു ഫോട്ടോ എടുത്തില്ല. അതിനേക്കാളും വലിയ മോശമായിട്ടുള്ള പരിപാടി എന്തായാലും ഇത്രയും ബെൻസ് നമ്മളെല്ലാവരും ഇവിടെ നിൽക്കുന്ന സാഹചര്യത്തിൽ ഫോട്ടോ എടുക്കാതിരിക്കാൻ പറ്റൂ? ഒരിക്കലും പറ്റൂല. പാസ്വേഡ് ഇല്ല കേട്ടോ, പാസ്വേഡ് ഇല്ല. വൈബേ കയറി വാ. നവാബെ മുത്തനി അവസാനം എത്തിച്ചെന്നെ. അവിടെ സത്യം പറഞ്ഞാൽ എനിക്ക് നിങ്ങളത്ര കാറിൻ്റെ കാര്യം അറിഞ്ഞൂറാ കായ്, സത്യം പറയാല്ല. മറ്റേ ലവനൊക്കെ നല്ല അറിവാണ്. മറ്റേ ലവൻ ജാക്ക് ചേട്ടൻ എന്ന് പറഞ്ഞ എടുത്തോണ്ടാ. ഇതിൽ വന്നതല്ല, എൻ്റെ നൻപ് എടുത്തേ. അയ്യോ എൻ്റെ പേര് വിട്ടില്ല. ഒറിജിനൽ പേരല്ല, മറ്റേ ഇതിൽ ഗെയിമിൻ്റെ പേരുണ്ടായിരുന്നു. സോറോ എന്നൊക്കെ പറഞ്ഞ് വരുന്ന ഒരാളുണ്ട്. നമ്മളെ ഈ ലൈവ് വന്നിട്ടില്ല. എൻ്റെ ഒരു നൻപുണ്ട്, അവനെ കാറിൻ്റെ കാര്യം നന്നപോലെ അറിയാം.
ഞാൻ അങ്ങനെ കാറിൻ്റെ കാര്യം അത്ര ഫോളോ ചെയ്യണ ആളില്ല. പക്ഷെ എന്താണ് നമ്മളതിൽ എല്ലാ കാറും ഉണ്ട്, അതാണ് വ്യത്യാസങ്ങളുണ്ട് പല കാര്യത്തിൽ. റെഡ് ഫോക്സ് ബ്രോ പറ മുത്തേ, പറഞ്ഞു ബ്രോ എനിക്ക് 100 ലൈവ് കൊടുക്കാറില്ലടാ. റെഡ് ഫോക്സ് ബ്രോ പറ. നിനക്ക് നമുക്ക് ഇന്നത്തെ ചീഫ് ഗസ്റ്റ് സാർ റെഡ് ഫോക്സ് വെൽക്കം സാറിനാ മുത്തേ, താങ്ക് യു മുത്തേ. എന്നെ ചീഫ് ഗസ്റ്റ് ആയിട്ട് വിളിച്ചാൽ ടാക്സ് ഉണ്ടാ മുത്തേടാ. ഞാൻ എന്തായാലും ഒരു വ്യൂ പറഞ്ഞ രീതി വന്നു കേട്ടാ മുത്തേ, മനസ്സിലായില്ലേ? എടാ അവന്മാർ ചിലപ്പോൾ അവന്മാർ യൂട്യൂബ് ചാനൽ ഇടാനായിരിക്കണം, എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പൂനെ ചിലപ്പോൾ യൂട്യൂബ് ചാനൽ കാണും. മുത്തേ നീ ഇട്ടോ കേട്ടോ എടുത്ത്, അത് തന്നെ ഒരു യൂട്യൂബർ മീറ്റപ്പിന് ഒന്ന് പറഞ്ഞ് നിന്നെ കണ്ടന്റ് ഉണ്ടല്ലോ, അത് ഇട്ടോ കേട്ടോ, കുഴപ്പമില്ല. ഞാൻ തൽക്കാലത്തേക്ക് കോപ്പറേറ്റ് ഒന്നും തരണില്ല. ഇനി യൂട്യൂബ് വല്ല കണ്ടുപിടിച്ച് കോപ്പറേറ്റ് വന്നാൽ എന്നെ പറയില്ലേ മുത്ത്, ഞാനായിട്ട് എനിക്ക് തരൂല, അത്രേ ഉള്ളൂ. നമുക്ക് അറിയാവുന്ന ആളായത് കൊണ്ട്. അല്ലെങ്കിൽ നമ്മൾ കോപ്പറേറ്റ് കൊടുക്കും, മനസ്സിലായില്ലേ? അനുവാദമില്ല കൊടുത്താൽ അങ്ങനെ അനുവാദമില്ല എടുത്ത് നമ്മളെ കണ്ടന്റ് എടുത്തുകൊണ്ട് പോയാൽ നമ്മൾ കൊടുക്കും. നമുക്ക് അറിയാവുന്ന പയ്യന്മാർക്ക് നമ്മളങ്ങനെ കൊടുക്കൂല. ലോക വന്നു എടാ ഞാൻ കണ്ട് ബസ്സൊക്കെ കണ്ടാ മുത്ത്, എത്ര പേരിലേ നിൽക്കണ. എടാ എല്ലാവരും സാർ ബിഗ് ഫാൻ എന്നാ. എടാ ഈ PMS ഇട്ട് കില്ലറിൻ്റെ അടുത്ത് കാറെന്നും പറഞ്ഞ് ബ്രയാൻ FBI. ഓ ബ്രയാനും വന്നു മുത്തേ, ബ്രയാനൊക്കെ വന്നല്ലേ, താങ്ക് യു ബ്രദർ വന്നതിന്. ഞാൻ തന്നെ മീറ്റപ്പിന് വന്ന്. ആ പരുന്തുവാസവും മുത്തേ നീ വന്നല്ലേ അന്ന് KL ബോയുടെ റൂമിൽ പോയതിനു ശേഷം നിന്നെ ഇപ്പോഴാണ് ഞാൻ കാണുന്നത്. എടാ ഞാനല്ലേ നിങ്ങൾക്ക് അങ്ങോട്ട് പൈസ തരേണ്ട. താങ്ക് യു ബ്രദർ, ഞാനൊരു മീറ്റപ്പിന് വേണ്ടി നിങ്ങൾക്ക് തരാമായിരുന്നു. പക്ഷേ താങ്ക് യു മുത്തേ. എല്ലാ വണ്ടിയും നോക്കട്ടെ. എടാ എത്ര പേരുടെ എനിക്ക് പൈസ അയക്കണം? വേണ്ടടാ ഗായ്സ്, മതി. എടാ എത്തി വണ്ടിയെല്ലാം ഒതുക്കിയിടാ ഗായ്സ്. മീറ്റല്ലേ എല്ലാരും വണ്ടി ഒതുക്കി WI ഇട്ട് ഗായ്സ്. എല്ലാവരും വണ്ടി നല്ല രീതിയിൽ ഇട്ടാ. ഇവിടെ കണ്ട ഓരോ വണ്ടിയുടെ മുകളിൽ ഓരോ വണ്ടിയൊക്കെ എടുത്തിട്ടാലേ അതൊക്കെ ഇട്ടാൽ കാണുമ്പോൾ ഒട്ട അടിക്കില്ലേ ഗായ്സ്. മുത്ത് നിങ്ങൾ വണ്ടി ഉണ്ടല്ല അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെന്ന് വെച്ചാൽ ചേർത്ത് സെറ്റായിട്ട് ഇടുക കേട്ടോ. നമ്മളൊരു മീറ്റ് വന്നിട്ട് റെഡ് ബോക്സ് ഞാനൊരു പാട്ട് പാടാമെന്നാ. എനിക്കൊരു കാർ തരാം. മിന്നൽ മുള്ളി എടാ എല്ലാവരും എന്താ കാർ വയ്ക്കണം എൻ്റെ അടുത്ത്. അത് തന്നെ നീറ്റായിട്ട് ചെയ്യണത് തന്നെയാണ്. നമ്മളുടെ മീറ്റ് കുളവാക്കാൻ പാടുണ്ടാകും മുത്തേ, ഒരിക്കലും ഇല്ല. റെഡ് ബോക്സ് പറയാം എൻ്റെ വണ്ടി ഞാൻ ഒരു പാട്ട് പാടാം. GT ഓക്കേടാ GT ശേഷം നമുക്കൊരു മീറ്റ് ചെയ്ത് പോകണം കേട്ടോ. നമുക്കൊരു ബെസ്റ്റ് ട്രിപ്പ് അടിക്കാം ഇതിന് ശേഷം. നീയും കൂടെ കൊള്ളയില്ല, നമുക്ക് എല്ലാവരും ഉള്ളപ്പോൾ നല്ല ഇതാണ്. ഒരു മീറ്റല്ല ട്രിപ്പ്, അത് തന്നെ ട്രിപ്പ് അടിക്കാം. എടാ ഞാൻ എടുത്തുകൊണ്ട് വന്ന കാറ് മീറ്റിനുള്ള കാറല്ല കേട്ടോ. ഞാൻ കൈ കിട്ടിയൊരു കാർ എടുത്തുകൊണ്ടാണ് ഈ റൂമിലോട്ട് കയറുന്നത്. നിങ്ങൾ അതുകൊണ്ട് ഞാൻ എടുത്ത കാറൊന്നും അല്ല കൊണ്ടുവരേണ്ട, അവന്മാർ പറഞ്ഞ കാറും കൊണ്ടാണ് വരേണ്ട ഗൈസ്. ഓക്കെ ഹായ് റെഡ് ഫോക്സ് ബ്രോ. എന്നെ എന്റെടാ മിന്നൽ മുള്ളിയല്ലേ എല്ലാവരും നല്ല രീതിയിൽ പാർക്ക് ചെയ്യും. അത് തന്നെ എല്ലാവരും നല്ല രീതിയിൽ പാർക്ക് ചെയ്യും ഗൈസ്. ഹായ് KL അച്ചു. ഓക്കെ അച്ചു ദൂരം ചാറ്റ് പറഞ്ഞത് പൊന്നാ പൊന്നോ. ആ പരുന്തൊക്കെ കൂടെ ഉണ്ടല്ലോ ബ്രദർ. താങ്ക് യു പരുന്തേ മുത്തേ, വേണ്ടായിരുന്നു. താങ്ക്സ്, ഹാപ്പി ആക്കി മുത്തേ. എന്തോടാ എനിക്ക് സത്യം പറഞ്ഞില്ല, ഇതെല്ലാം കൂടെ വായിക്കുമ്പോൾ നമുക്ക് എല്ലാം ഇത് മനസ്സിലായില്ലേ? എത്ര പേരുടെ നമുക്ക് ഒരു സമയത്ത് ഇങ്ങനെ ചാറ്റൊക്കെ അയച്ചുകൊണ്ടിരിക്കണം. നമ്മളെല്ലാം കൂടെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം? മനുഷ്യനല്ലേ മുത്തേ. നമ്മൾ മറ്റേ എന്തിനാ സിനിമയിലെ ചിറ്റി റോബോട്ടൊന്നും അല്ലല്ലോ മുത്തേ. ഒരു സമയത്ത് 10,000 കണക്കിന് കാര്യങ്ങളൊക്കെ മറ്റേ ഇങ്ങനെ ആക്കി റിപ്ലൈ കൊടുക്കാനൊക്കെ ചിലതൊക്കെ മിസ്സായി പോകും ഗായ്സ്. എന്നാലും സന്തോഷം ഉണ്ടാ ഗായ്സ്, നിങ്ങളെ എല്ലാവരും എന്നെ കാണാനായിട്ടാണെങ്കിൽ ഇങ്ങനെ വന്നില്ലേ, സന്തോഷം. ബെൻസ് മീറ്റപ്പ് എടാ, ബെൻസ് മീറ്റപ്പ് എന്നാണ് പറഞ്ഞേക്കണം. അപ്പോൾ അതിന് എല്ലാവരും ബെൻസ് കൊണ്ടുവരാൻ നോക്ക്. എന്തായാലും ഞാനല്ല, ഞാൻ കാണാൻ വന്ന ഒരാൾ മാത്രമാണ്. യോമാരാണ് നടത്തുന്നത്. KL അപ്പുവും പിന്നെ മിന്നൽ മുരളി ഉണ്ടെന്നാണ് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പുവാണ് എൻ്റെ അടുത്ത് കയറാൻ പറഞ്ഞത്. നവാബും ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അവൻ പറഞ്ഞ പോലെ കേൾക്കൂ ഗൈസ്. അപ്പോൾ അലിമ്പാക്കായിരിക്കും ഗൈസ്. എല്ലാവരും നല്ല W ഫൺ മോഡ് ഓണാക്കി ഒരു ഗൈസ്, ലൊട്ടത്തരം ഓഫാക്കൂ ഗൈസ്. അങ്ങനെ പറഞ്ഞല്ല. എന്തായാലും KL അപ്പു ഹാപ്പി ബർത്ത്ഡേ. അപ്പുവിൻ്റെ ബർത്ത്ഡേ ആയിരുന്നാ അപ്പു? അയ്യോ അടിക്കണം, എന്തെങ്കിലും പറഞ്ഞാൽ തരും. ബ്രോ ഞാൻ ലൈവ് കാണുന്നു മിന്നൽ മുരളി. ഓക്കെ മുരളി. ഓക്കെ താങ്ക് യു ലൈവ് കാണാൻ സന്തോഷം. പുഷപ്പ് അത്
ഇപ്പോഴല്ല. പുഷപ്പ് ചലഞ്ച് നല്ല കുറേ അധികം പേരൊക്കെ ഒറ്റ ഗ്യാങ്ങായിട്ട് വന്നിട്ട് പോകണേണ് നല്ല കൈസ്. അതാണ് അത് നൈറ്റൊക്കെ ഞാൻ പറയാം, ടൈം പറയാനല്ല, ഒരു ദിവസം ഞാൻ ചെയ്യും. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരിക്കും ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾ ചാർജൊക്കെ കയറ്റി അങ്ങനെ മുന്നേ പ്ലാൻ ചെയ്ത് വരും. അത് ഞാൻ സമ്മതിക്കും. അതുകൊണ്ടാണ്. അപ്പൂൻ്റെ ബർത്ത്ഡേ ആയിരുന്നാ ഗൈസ്? എല്ലാവരും വന്നതിന് താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പൂ നിൻ്റെ ബർത്ത്ഡേ ആണ്, അത് പറടാ. അപ്പൂ ബർത്ത്ഡേ ആണോ മുട്ടേ നിൻ്റെ? എടാ പറഞ്ഞില്ല. എടാ ഞാൻ എങ്ങനെ അറിയാം ഗൈസ്? നിങ്ങൾ എടാ അപ്പൂ എനിക്ക് എന്തെങ്കിലും ഒന്ന് അയച്ചു കൊടുക്കട്ടോ ഗൈസ്. സെൻറ്റ് മണി. എടാ ബർത്ത്ഡേ ആയിരുന്നു ഏട്ടാ. അപ്പം നമ്മൾ എന്തെങ്കിലും ഒന്ന് കൊടുക്കണ്ടേ മൊത്തേ? അയ്യോ അത് ഞാൻ അറിഞ്ഞില്ലടാ. പക്ഷേ കൺഫേം കൊടുത്താൽ പോലെ ഈ ബട്ട അനങ്ങാണില്ല. ഇത് എന്ത് ബട്ടാണിത്? 1 10 100 1000 10000 ലക്ഷം വണ്ടിയുടെ കൺഫേം ഞാൻ ഞെക്കണ്ടാ. പോണില്ലടാ. ക്യാൻസൽ ഞെക്കുമ്പോൾ ആവുന്നുണ്ട്. റെഡ് ബോക്സ് ബ്രോ പ്ലീസ് എനിക്കൊരു ഇതരുന്ന് വണ്ടു എടാ പോ മുത്ത. ഇതിനിടെ നിനക്ക് വണ്ടി വിറ്റോളാം അല്ലേ വന്നേക്കണോ? എടാ പൈസ അയച്ചിട്ട് പോണില്ല. അത് ഞെക്കാൻ പോകണ്ടടാ മുത്തേ. ഡ്രാഗൻ പോ DM വന്ന റയാൻ പ്രോജക്റ്റ് ഗിഫ്റ്റ് എന്നാ. ഇത് എന്തോരം ആൾക്കാരെനിക്ക് CPM വാണ്ട് ടു സെല്ല് എ കാർ. വേണ്ട 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 ബ്രോ. താങ്ക് യു വേണ്ട വേണ്ട വേണ്ട. അതിൻ്റെ ഉണ്ട് ബ്രോ. മീറ്റ് കഴിഞ്ഞാടാ അപ്പു. ബ്രോ ഞാൻ ഇപ്പോൾ ലൈവ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ മുരളി. ഓക്കെ എടാ പോയായിരുന്നല്ലേ? ഓക്കെ അപ്പൂ ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് അയക്കാൻ ഉദ്ദേശിച്ചാണ്. അപ്പോൾ പോയേട്ടാ. ഈ നാശം പിടിച്ച ബഗ്ഗാണ്. അതാണ് ഇങ്ങനെ ആയത്. എടാ ഞാൻ അവൻ അയച്ച് ഇത് കൊടുത്തണം. അവർ ഡിക്ലൈൻ ചെയ്ത് കളഞ്ഞടാ മുത്തേ. ഒരു സന്തോഷം മുത്തേ. അതാണ് മുത്തേ. മീറ്റ് എല്ലാവരും ഇത്തിരി വണ്ടിയൊക്കെ ഒരാളെ വണ്ടിയിൽ മുകളിലേക്ക് കൊണ്ടിട്ട് എങ്ങനെയാണ് മുത്തേ? എല്ലാവരും നല്ല സന്തോഷമായിട്ടല്ലേ മീറ്റ് ചെയ്യിക്കേണ്ട. അതാണ് മുത്തേ. സിക്ക് റൈഡാ. അപ്പൂന് ഞാൻ പൈസ കൊടുത്തിട്ട് വാങ്ങല്ലടാ. ഞാൻ ബർത്ത്ഡേ ആയിട്ടൊരു ഗിഫ്റ്റ് എന്തെങ്കിലും കൊടുക്കണ്ടേ? അതാണ് ഞാൻ അവന് കൊടുത്തത്. 5 ലക്ഷം രൂപ പെട്ടെന്ന് കയ്യിലിപ്പം കാറിതാണ്. ഇത് അവൻ്റെ കൊടുക്കണോ? ഇത് കൊടുക്കണേ എനിക്ക് വിഷമമൊന്നുമില്ല. അവന് കൊടുക്കാതെ തന്നെ. അപ്പോൾ ഞാൻ നിനക്ക് എന്ത് തരട്ടിപ്പം? അതുകൊണ്ട് ആണ് മീറ്റ്. അപ്പൂ മീറ്റ് കഴിഞ്ഞു. അതുകൊണ്ടാണ് മീറ്റ്. ആരെങ്കിലും പേഴ്സണൽ ചെയ്യാൻ കിട്ടണം. അടേ ഇവൻ 100 ഇനി ഒരെണ്ണം കൊടുത്ത് അവനെ കിക്കാക്കാൻ നോക്കിയോ? അതെ എൻ്റെ റൂമല്ലല്ലേ. ഓ നിന്നെ ഞാൻ മറക്കൂല. എടാ ഇവനെ കിക്കാക്കാൻ എനിക്കിപ്പോൾ പറ്റൂല. എൻ്റെ റൂമായിരുന്നു നിന്നെ ഇപ്പം ഞാൻ കിക്കാക്കിയാണ്. ഓക്കെ ഉള്ള ആരും പറയാല്ലേ. 1 10 100 1000 10000 ലക്ഷം 10 ലക്ഷം. ബ്രയാനെ ഒട്ട പരിപാടി കാണിക്കാരടാ. ഹസൻ സൂയ് മച്ചി എന്നല്ല മച്ചി എപ്പടി ഇറക്കെ നമ്മളെ നൻപൻ ഹസൻ ചാറ്റിൽ വന്നിട്ടുണ്ട്. ഓക്കെ റിവീലുണ്ട്. ഓ നമ്മുടെ പ്രോജക്റ്റ് അല്ലേടാ മുത്തേ വന്നേക്കണ. ആ പ്രോജക്റ്റ് ഇവിടെ ഉണ്ടായിരുന്നില്ലേ? പക്ഷെ അവൻ പോയി കാണുന്നു അങ്ങോട്ട് തോന്നിയടാ. ഗ്രാഫിക്സ് നീ എൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ കാണിക്കണോടാ ലോട്ടെ. ഓ കുറഞ്ഞ് നിനക്ക് എങ്ങോട്ട് കുറയണം മുത്തേ? ഒരു ഗ്രാഫിക്സ് ലോട്ട ഗ്രാഫിക്സ് ഉള്ള പറയാലോ മുത്തേ. എന്തിനാടാ ഇങ്ങനെ കുറയണത്? എന്തിനാടാ നീ കുറയണ? അപ്പൂ ഇതെങ്ങോട്ട് പോണ? മുത്തേ ഒരു മീറ്റിന് വന്നതാണ് മുത്തേ. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ അപ്പൂൻ്റെ ഒരു മീറ്റിന് വന്നതാണ്. എന്തോരം ആൾക്കാരല്ലേ ഉള്ള ആരും പറയല്ലേ. കൊള്ളാം എന്തായാലും കൊള്ളാം. എനിക്ക് ഒരുപാട് മെസ്സേജ് വന്നിട്ടുണ്ട്. ഏതൊക്കെ മിസ്സായി പോയി. ഓക്കെ ഗൈസ് ഞാൻ മനഃപൂർവ്വം മിസ്സാക്കണല്ലേ. അത് ഇത്രയും വരുമ്പോൾ അതിനനുസരിച്ച് മനസ്സിലായില്ലേ ഗൈസ്? അതൊരിതല്ലേ ബ്രോ. ഞാൻ വരാൻ റൂമിട്. ഓക്കെ ബ്രോ. ഓക്കെ അപ്പൂ ബ്രോ എവിടാ ബ്രോ? റെഡ് ഫോക്സ് ബ്രോ റിവീലുണ്ട്. പ്ലേസ് വരുമോ എന്നാ? എടാ വരാം $1 എന്നാന്ന് തോന്നുന്നു. എടാ അത്ര അത്യാവശ്യം നല്ല രീതി അവർ വന്നല്ലേടാ ഗൈസ്. ഓക്കെ
നമ്മളെ ഒരിത് എടപ്പോൾ എൻ്റെ ലൈവ് കണ്ടാണെങ്കിൽ കുറച്ച് അധികം പേര് ഇപ്പോൾ റൂമിൽ കയറി. അവനോടുള്ള ഇഷ്ടം കൊണ്ടാണെങ്കിൽ ഒരുപാട് പേര് റൂമിൽ കയറിയിട്ടുണ്ട്. എന്തായാലും നല്ല രീതിയിൽ തന്നെ അത് നടക്കണുണ്ട്. ഈ ബെൻസ് മീറ്റപ്പ് ഓക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പോകണുണ്ട്. ഹാപ്പി അയ്യോ അത് പറഞ്ഞു അയ്യോ ഞാൻ പറയാൻ വിട്ടു. അയ്യോ നമ്മൾ ഈ ആവശ്യമുള്ള കാര്യമൊക്കെ പറയാൻ വിട്ടുകൊണ്ടാ. കേലപ്പു മെനി HBD ബ്രോ. എടാ ഹാപ്പി ബർത്ത്ഡേ ആണ് കേട്ടോ. ഷോർട്ട് ആയിട്ടിട്ടാണ് മുത്തേ. അതാണ് HBD എന്ന് വെച്ചാൽ ഹാപ്പി ബർത്ത്ഡേ. 2U എന്നില്ല കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ എന്നേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ 2U നമ്മൾ ആഡ് ചെയ്യണം, ടൈപ്പ് ചെയ്യാം. അത് HBD ബ്രോ. ബ്രോ ഇന്ന് എന്തായാലും ബർത്ത്ഡേ ആണ് ബ്രോ. ഇന്ന് എന്തായാലും ബർത്ത്ഡേ ആണ്. സൂയി നൻപ. നമ്മുടെ നൻപൻ ഗെയിമിലോട്ട് വന്നിട്ടുണ്ടല്ലോ. $1 എന്താ ചോദിക്കണം. ബൈ എല്ലാവർക്കും എന്നാ. അപ്പ് ബ്രോ HBD ബ്രോ. ഇവിടെ നമ്മളെ ഉള്ള കാര്യം പറഞ്ഞ ഈ 16 പേര് റൂമിൽ വന്നിട്ടുണ്ട്. ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ കൈസ്. എത്ര പേരുടെ മുത്തേ റൂമിൽ ഇങ്ങനെ വരണം. ഞാൻ മുമ്പൊക്കെയെന്ന് വെച്ചാൽ ആൾക്കാർ വളരെ കുറവായിരിക്കും. പക്ഷേ ഇപ്പോൾ ഒരുപാട് പേര് വരണുണ്ട്. അത് സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ എടത്തി കായ്സ് ഇത്തിരി വണ്ടിയൊക്കെ ഒതുക്കി ഇറാ മുത്തേ. അതേസമയം എല്ലാവരും കൂടെ മെസ്സേജ് അയച്ച് എങ്ങനെ നോക്കാം. എൻ്റെ പൊന്നോ. എൻ്റെ പോളോ റിവീലിംഗ് കൊണ്ട് വരണേ റെഡ് ഫോക്സ് ബ്രോ. കില്ലർ എടാ ഇവനല്ലേ ഇപ്പം എൻ്റെ അടുത്ത് 1000 വട്ടം 158 കാറ് ചോദിച്ചാൽ. ഞാൻ ഗിഫ്റ്റ് ലൈവ് ആയിട്ട് നോക്കാം ബ്രോ. ഇന്ന് എന്തായാലും ബർത്ത്ഡേ ആണ് ബ്രോ. എടാ എൻ്റെയും ഓക്കെ HBD മുരളി. HBD എടാ മുത്തേ ഞാൻ ആദ്യം വായിച്ച് തെറ്റിപ്പോയിട്ടാടാ. HBD നീ മറ്റേ സ്ഥലമൊക്കെ സംരക്ഷിക്കുന്ന ആളാണ്. മിന്നൽ മുരളി. നീ അമേരിക്കയെ പോലെ നാട് സംരക്ഷിക്കാൻ നിന്നവനാണ്. അപ്പോൾ നിനക്കൊരു ഹാപ്പി ബർത്ത്ഡേ നമ്മൾ പറയൂലേ. മറ്റേ സ്ഥലം ഉണ്ടായിരുന്നില്ല. മറ്റേ ബേസിൽ ജോസഫ് പറയണ എന്തൊരു കാക്കനാടാ. അയ്യോ മാറിപ്പോയി, സ്ഥലം മാറിപ്പോയില്ല. അവിടെ സംരക്ഷിക്കാൻ നിന്ന ആളാണ് മിന്നൽ മുരളി. അപ്പം നമ്മൾ എന്തിനാണ് പറയണ്ട. ഡബ്ല്യു സിനിമയല്ലേ. അതുകൊണ്ട് ബർത്ത്ഡേ പറയാതിരിക്കും നമ്മൾ മുത്തേ. നമ്മൾ പറയും. എടാ സ്ഥലത്തിൻ്റെ പേര് ഞാൻ വിട്ടുപോയി. എടാ അപ്പം സ്ഥലത്തിൻ്റെ പേരെന്തരായിരുന്നു? മുരളി മറ്റേ എന്തൊരു ശൂരനാടാ. എന്തൊരു സ്ഥലം ഉണ്ടായിരുന്നില്ല ബ്രോ. വേറെ റൂമിടെ വൈബ്. എടാ നമ്മളൊരു മീറ്റിന് വന്നില്ല. അതുകൊണ്ടാണ് പാതിക്ക് ഇറങ്ങി പോകണം. നല്ലതല്ല അവൻ പറയട്ടെ. അപ്പം ഞാൻ പോവാടാ. ഇനക്കും എൻ്റെ ബർത്ത്ഡേ താങ്ക്സ് ബ്രോ. പ്ലീസ് സെൻഡ് 5K എന്നാ. കേലപ്പു പ്ലീസ് സെൻഡ് 500K. അതിന് നിനക്ക് അയച്ച് നീ എടാ മുത്തേ ഡിക്ലൈൻ ചെയ്തല്ലേ മുത്തേ. എടാ ഇവൻ അയച്ചു കൊടുത്തേ ഡിക്ലൈൻ ചെയ്ത് കളഞ്ഞടാ. ഡിക്ലൈൻ ചെയ്ത് കളഞ്ഞു. എനിക്ക് അവൻ അയച്ചു കൊടുക്കാം. അച്ചു അത് ആര് പറഞ്ഞു? അപ്പൂന് പറഞ്ഞു. ഹസൻ ബ്രോ എടാ സെനോനെ വേണ്ട. എൻ്റെ ഉണ്ട് കാറ് ഉണ്ടടാ മുത്തേ. ഉണ്ട്. ഹാപ്പി ക്രൈയിങ് ഡേ ബ്രോ എന്നാ. ഐഡി അടിക്കൂ KL ബോയ് എന്നാ. KL ബോയ് എന്ത് പറയണ മുത്തേ? ഓ KL ബോയ് ബ്രദർ. നീ വന്ന ചാറ്റ് ശ്രദ്ധിച്ചില്ല ബ്രദർ. എന്തെല്ലാം ബ്രദർ. എടാ ഇന്ന് KL ബോയിൻ്റെ ഒരു വീഡിയോ വരാൻ ഞാൻ 4 മണിക്ക് വീഡിയോ വെച്ചേക്കുമല്ലേ ബ്രോ. ഞാൻ കണ്ടായിരുന്നു. മറ്റേ ഇങ്ങനെ ടൈമറാക്കി ഇങ്ങനെ വെച്ചേക്കണം. 4 മണിക്ക് വരുമല്ലേ. ഓക്കെ ഞാൻ നോക്കാം. മറ്റേ ഫോണിൽ കയറി നോക്കാം. ഹായ് തരൂ KL ബോയ് എന്നാ. ബ്രദർ എന്തായാലും ലൈവ് വന്നതിന് ഒരുപാട് സന്തോഷം ബ്രദർ. ചാറ്റിൽ വന്നതിനൊക്കെ അതിന് ഒരുപാട് സന്തോഷം. ബ്രോയ്ക്ക് വരാൻ തോന്നിയല്ല. താങ്ക് യു ബ്രദർ. താങ്ക് യു റിയലി താങ്ക് യു. ഇവിടുത്തെ മീറ്റ് എന്താടാ. ഒരു മീറ്റിന് വന്നിട്ട് ഇവിടെ 100 കണക്കിന് ഇഷ്ടം പോലെ ആൾക്കാർ. ഇവിടെ ഇവന്മാരെടാ കാണുമായിരിക്കുമോടാ. എനിക്ക് അറിഞ്ഞൂടാ എന്തൊക്കെ ആൾക്കെ ചോദിക്കുന്നു. നറൂട്ടോ എന്തെല്ലാം മുത്തേ ഹായ്ഡാ. വന്നാ നീ എന്തെല്ലാം മറ്റേ നമ്മളെ സ്പോൺസറാണ്. മറ്റേ ഇതില്ല മറ്റേ പുഷപ്പ് ചലഞ്ചിൽ സ്പോൺസർ ചെയ്ത ആളാണ്. ഹായ് ഓക്കെ ഹായ് KL ചന്ദ്രികണം എൻ്റെ കയ്യിൽ. എടാ KL അപ്പു എനിക്ക് എന്തെങ്കിലും ഒന്ന് അയച്ചു കൊടുത്താൽ കൊള്ളാമെന്നുണ്ട്. എന്തായാലും നമ്മൾ വന്ന ഒരു മീറ്റപ്പൊക്കെ വെച്ച ആളല്ലേ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കണം എൻ്റെ മനസ്സൊന്ന് പറയാണ്. പക്ഷേ ഞാൻ അയക്കുമ്പോൾ ഡിക്ലൈൻ ചെയ്ത് പറയണതാണ്. എടാ എൻ്റെ ഉണ്ട് നറൂട്ടോ. കൊടുക്കുമോ? എന്തിനാ കൊടുക്കാൻ? എടാ പേഴ്സണൽ ടീം ഇടാ. കൊടുക്കുമോ KL അപ്പു? എന്തായാലും KL അപ്പു ബ്രോ എനിക്ക് വേണ്ട ബ്രദർ. KL അച്ചുവിന് ആരെങ്കിലും പൈസ കൊടുക്കുമോ? നീ കൊടുക്കാം ഞാൻ കൊടുക്കാം. മറ്റേ KL
കൊടുക്കുമോന്നാ അച്ചു ആണാ വിനാണോ വിനാണോ ഓക്കെ വിനാണോ അച്ചു വിനാണോ കേൽ ബോയ് ലൈവ് ഇടുന്ന ആപ്പ് ഏതാ ബ്രോ പ്രിസം ലൈവ് പ്രിസം പ്രിസം മൊബൈൽ പ്രിസം റിവീലുണ്ട് കേൽ ബ്രോ വരുമോ എന്നാ ഓക്കെ അത് ഡ്രാഗൻ ചോദിച്ചാ ഓക്കെ ചാറ്റ് പ്രിസം നാരുട്ടോ പ്ലീസ് സെൻഡ് ടു കെ എൽ അച്ചു എടാ കെ എൽ അച്ചുവിന് ഞാൻ കൊടുക്കാം ഒരു 5 ലക്ഷം അല്ലേ ഞാൻ കൊടുക്കാം അതിനെ പാവണം എന്തെങ്കിലും അപ്പു സ്വീകരിക്കണം അപ്പം അച്ചുവിന് കൊടുക്കാം എന്തിടാ ലോസിൽ പിടിക്കുമോ എടാ മനസ്സിലായടാ കെ എൽ ബ്രോ എനിക്ക് മനസ്സിലായടാ എന്തിനാ ഉദ്ദേശിച്ചത് കെ എൽ ബ്രോ ലോസിൽ എന്നാടാ മനസ്സിലായില്ല വ്യക്തമായില്ലല്ലോ അച്ചു ഞാൻ പൈസ അയച്ചു കൊടുക്കട്ടെ പാവടാ ചോദിച്ചിട്ട് പിന്നെ കൊടുക്കാതിരിക്കണ്ട ആർക്കാ ഞാൻ കൊടുത്തു കേട്ടോ അതാണ് എൻ്റെ ഇപ്പോൾ ലിമിറ്റായത് iOS എന്നായിരുന്നു ഓക്കെ ബ്രദർ ഓക്കെ iOSൻ്റെ കാര്യം എനിക്ക് അറിഞ്ഞൂടാ ബ്രോ ഞാൻ ആൻഡ്രോയിഡാണ് യൂസ് ചെയ്യണം ആൻഡ്രോയിഡിൽ ഓക്കെയാണ് പക്കയായിട്ട് പറ്റും iOSൻ്റെ കാര്യം എനിക്ക് അറിഞ്ഞൂടാ ബ്രോ കെ എൽ ബ്രോ എന്തായാലും ചാറ്റിലൊക്കെ വന്നതിനൊക്കെ ഒരുപാട് സന്തോഷം ഓക്കെ ബ്രോ ഒരുപാട് സന്തോഷം നിനക്ക് വരേണ്ട ആവശ്യമില്ല എന്നാലും നീ വന്നല്ലോ വരുന്നൊരു മെസ്സേജ് ഇടാൻ തോന്നിയല്ല സന്തോഷമുണ്ട് ബ്രോ സീരിയസ്ലി സന്തോഷമുണ്ട് ഓക്കെ മച്ചാനെ താങ്ക് യു ഓക്കെ മുത്തേ എനിക്കിവിടെ തിരക്ക് മറ്റേ ചന്തയിൽ പോയി നിൽക്കണ പോലെ പോയി മുത്തേ ഒരുപാട് തിരക്കടാ ഭയങ്കര തിരക്ക് അതാണ് ആരൊക്കെ എന്തൊക്കെ എൻ്റെ അടുത്ത് പറയാണ് ബ്രോ ഞാൻ കെ എൽ പൈസ ക്യാഷ് കുർത്തിന്നാ എന്തൊക്കെ ഭാഷ ഇത് മച്ചാ കെ എൽ